വേണ്ടത്ര ചിരിക്കാൻ. ദേ തള്ളേനെ കളിയൊക്കെ ചിരിച്ചാലുണ്ടല്ല, അടിച്ചതിന്റെ മോന്തേരെ കോളി ഞാൻ തിരിച്ചു എന്ന് എന്റെ ആങ്ങളെ കൊച്ചു അറിയിച്ച് അവന്റെ മൂത്ത് വെച്ച് പറഞ്ഞു. മുഖം എത്രേ. അതോടെ അവന്റെ അവളുടെ പരിഹാസം അങ്ങോട്ട് നിന്നു. ആ കൊല്ലം ക്രിസ്മസ് കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറിയപ്പന്നെ ഈ പടി കയറിയിട്ടുണ്ട്. ഇപ്പൊ കൊല്ലം 2 കഴിഞ്ഞ കൊല്ലം വന്നെന്ന് കേട്ടല്ല. വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മാത്രല്ല, അതിന്റെ മുമ്പിലത്തെ കൊല്ലം വന്നിരുന്നു. വേറെ ഒരിക്കലും വീട്ടിൽ വന്നു. ഒട്ടകപ്പള്ളിയില് പൈരീര് വീട്ടിൽ പോയി. എന്റെ മേൽക്കുട്ടീനെ കെട്ടിച്ചോട്ട് പോയി. എന്നാ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ആയിരിക്കാം നഷ്ടം. പെണ്ണും പിള്ള വരയ്ക്കുന്ന എന്റെ ഒരടി ഇപ്പുറത്തേക്ക് അവൻ ചവിട്ടുന്നു. കടിഞ്ഞു പുത്രനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കോന്തന, വേറും പെങ്കോന്തൻ. സമീപേത എന്റെ യോസുട്ടിയെ. ഞാനെന്ന് പറഞ്ഞ അവന് ജീവന. ആരുടെയും ഒരു തലോണ മന്ത്രവും അവന്റെ അടുത്ത് ചെലവാവില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് കെട്ടിയന്മാരെയും കൂട്ടി തുള്ളി നടക്കണമെന്ന് ഒറ്റ വിസാരേ ഉള്ളൂ. അങ്ങനെ താലി കഴിച്ചിലോട്ട് കേറിയ പിന്നെ അവളമാരുടെ വിധം മാറി. സത്യം പറഞ്ഞ എന്റെ ജോർജ് കുട്ടീനും ജോസൂട്ടീനും പെറ്റേ പിന്നെ ഞാൻ എന്റെ കെട്ടിയോന്റെ മുഖം ശരിക്കും കണ്ടത്. ഇപ്പൊ അങ്ങനെ വല്ല അച്ചടക്കമുണ്ട്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഇറങ്ങിയായി കോലും കോസടിയായിട്ട് പരിതോപ്പിൾ അന്വേഷിക്കില്ലേ കുഞ്ഞമ്മനിമ്മ? അന്വേഷിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേ? തുള്ളാനിത്തിരി മോഹം വിളിക്കുണ്ട്. എന്നെ പേടിച്ചിട്ടാ മിണ്ടാപൂച്ചയെ പോലെ ഇങ്ങനെ നടക്കണത്. ഇത്രയും കാലമായിട്ട് ഒരു താറാവിനെ കൊല്ലാൻ പേടിയാന്ന് പറഞ്ഞ നീയൊക്കെ പിന്നെ എന്തിനാ നസ്രാണി പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്നേ? കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്തർ ചീന്തില്ല പോരെ? എന്നാ നമ്മളൊന്ന് ചിന്തിക്കേ. അല്ല, അതിപ്പോ ഈ ചീന്തുക എന്നൊക്കെ പറഞ്ഞാൽ നീ ഇതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. എന്തിനാ വെറുതെ ഉരുളുന്നേ? പേടിയാണെന്ന് സമ്മതിച്ചൂടെ? പേടിയോ? എനിക്കോ? എടീ, തമിഴ്നാട്ടിലെ വെറ്റലക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലം നീ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ കാട്ടിൽ വെച്ചിരിക്കാൻ വെറുതെ ഗുണ്ടൊന്നും അടിക്കണ്ട. ഇവിടെ ഇപ്പൊ കാടും കരടിയൊന്നും ഇല്ലല്ലോ. 2 കുഞ്ഞു താറാവിലേ ഉള്ളൂ. ആ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ചീന്തങ്ങി ചീന്തിയാ മതി. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാ നിൽക്കേ. നമുക്ക് തോട്ടിലിട്ട് വളർത്താം. അത് നമുക്ക് വേറെ വാങ്ങിക്കാം. ഇന്ന് ഇതിനെ രണ്ടിനെയും കൊന്ന അമ്മച്ചനെ കൊടുത്തിരുന്ന വേറെ കാര്യം. അതോട് മാറിയേ. എന്താ അവിടെ ഒരു ബഹളം? അല്ല, ഈ താറാവിനെ ഒന്ന് കൊല്ലാൻ. ഇതിനാ നീ ഇപ്പൊ താറൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. എടാ, ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യല്ലടാ. അതിനൊക്കെ പേടിയാണല്ലോ. അതാ പറയുന്നത്. ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. നീ ആ കത്തിന്ന് കാണിച്ച് വെള്ളം വെച്ചിട്ടുണ്ടോ? വേഗം തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് പപ്പും തൂലും പറിക്കാൻ നോക്കും. പിന്നെ അരപ്പ് നല്ല പാകത്തിന് അരക്കണം. അമ്മച്ചി അത് മിക്സിയിലിടുമ്പോ ശ്രദ്ധിച്ചാ പോരെ? മിക്സിയിലിട്ടാലൊന്നും ശരിയാവില്ല. കല്ലോട് ചേർത്ത് നല്ലോണം അരയ്ക്കണം. എന്നാലേ സ്വാദം ഉണ്ടാവുള്ളൂ. താറാവ് വയ്ക്കണമെങ്കിൽ എന്റെ മേരിക്കുട്ടി വയ്ക്കണം. എന്റെ കൈപ്പുണ്യം അവൾക്കേ കിട്ടിയിട്ടുള്ളൂ. സ്വാദില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അമ്മിയിൽ വെച്ച് അരയ്ക്കണം, അത്രേ ഉള്ളൂ. ആ ഓട്ടോറിക്ഷക്കാരന് 10 രൂപ കൊടുത്ത് കുറെ കൂടുതലായി. നിന്റെ ഈ ഓണം കയറാ മൂല കൊണ്ടുവന്നതിന് 10 രൂപ കൊടുത്താ പോരാ. തോരനിൽ ഉപ്പിച്ചിരി കൂടി. നീ ആ താറാവിന്റെ ചാറ് ചിരിങ്ങനെ ഒഴിച്ചേ. ആരപ്പ ഈ നേരത്ത്? അളിയനാ. തങ്കച്ചിന് മേരിക്കുഞ്ഞു. കൃത്യസമയം. എന്നായിരുന്നു? എന്റെ മോള് നല്ല തൊണ്ടഭാഗ്യമുള്ളോളാ. തൊണ്ടഭാഗ്യം അവക്കല്ലമ്മച്ചി, എനിക്കാ. കൈ കഴുകുന്നില്ലേ? ഒരു പാപവും ചെയ്യാത്ത ഞാൻ ഇത്തിരി ചോറ് തിന്നാ എന്തിനാണ് കൈ കഴുകുന്നത്? എന്നാൽ ഒരു ചടങ്ങിന്റെ പേരിൽ ഒന്ന് കഴിയേക്കാം അല്ലേ? കഴിയോ? അളിയൻ ഇഷ്ടപ്പെട്ട കറിയാ. താറാവോ? ആമാങ്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞെങ്ങനുണ്ട്? സമ്മതിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞതാ ഉറപ്പായിട്ടും താറാവ് കാണുമെന്ന്. നാത്തൂനിരുന്നു, നമുക്ക് പിന്നീടിരിക്കാം. നീ ഇങ്ങോട്ടിരിക്കും. അവരും നാത്തൂനും കൂടി ഇരിക്കട്ടെ. പരദൂഷണം പലതും പറയാൻ കാണുമല്ലോ. ഓ, നിങ്ങൾ പരദൂഷണം പറയാത്ത മിടുക്കന്മാര്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്റെ വക കുരുമുളക്, റബ്ബർ, മലഞ്ചരക്ക്. അളിയന്റെ വക തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ കമ്പോള നിലവാരം. അതൊക്കെ പറഞ്ഞാ ഇതുങ്ങൾക്ക് തലേ കയറുവോ? താറാവ് ഉഗ്രൻ. പക്ഷേ അരപ്പ് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അമ്മച്ചി പറഞ്ഞ ശരിയാ, അരപ്പ് കുറച്ചുകൂടെ പിടിക്കാനുണ്ട്. എന്താണോ രണ്ടാളും ഒരു മൈൻഡിലായിരിക്കുന്നേ?
എടോ കുറുമ്പ ചോറുണ്ണുമ്പോ സംസാരിക്കാൻ പാടില്ല. ആരടാ ഇവൻ? കൊണ്ടുപോന്ന് കല്യാണം കഴിയുമ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാ. ചേട്ടൻ അമ്മയോട് നേരിട്ട് പറഞ്ഞാലെന്താ? പറയും. സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ. അല്ല, നാട്ടിന് വൈദ്യുതൊന്നും പറയാറില്ലല്ലോ. ഇതുവരെ പാത്രം തേച്ച് കഴിഞ്ഞില്ലേ? ഈ നിലയ്ക്ക് പാത്രം തേച്ച് തേഞ്ഞു പോലോ. കൊനിഷ്ട് പറയാതെ ശ്വാസം മുട്ടി തുടങ്ങിയെന്നാ തോന്നണം അമ്മയ്ക്ക്. കഴിഞ്ഞ ക്രിസ്മസിന് പോകാൻ പ്ലാനിട്ട് എല്ലാം തയ്യാറാക്കിയതാ. അന്നല്ലേ അമ്മ കുളിമുറിയിൽ ഒന്ന് കൈയൊടിഞ്ഞ്. ഇനിയിപ്പോ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, തങ്കച്ചൻ. എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചി ഇങ്ങനെ മുറുക്കി ചോപ്പിച്ച് ഈ അരത്തിണ്ണ ഇരിക്കുന്ന കാണാൻ ഒരാനച്ചന്തം തന്നെയാണ്. നീ എന്താ മുറുക്കാൻ തുടങ്ങിയത്? അങ്ങനെയൊന്നുമില്ല. സന്തോഷം തോന്നുമ്പോ വല്ലപ്പോഴും. ഇന്നിപ്പോ ഇവിടെ വന്ന് അമ്മച്ചിയെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞ ഈ മലഞ്ചരക്കളുടെ ഇടയിൽ കിടന്ന് പ്രാന്ത് പിടിക്കുമ്പോഴൊക്കെ തോന്നും ഇവിടെ വന്ന് അമ്മച്ചി ഒന്ന് കണ്ടാലോ. ഇതെന്നെയാ ജോസൂട്ടി പറയുന്നു. മലഞ്ചരക്ക് പോലെയല്ലല്ലോ പച്ചക്കറിയുടെ ഇടപാട്. ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ചീഞ്ഞു പോണ സാധനങ്ങളല്ലേ. അല്ല, ഇത്രയും കാലമായില്ലേ അളിയൻ ഈ ബിസിനസ് നാട്ടിലേക്ക് മാറ്റി. പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടെ വലിച്ചിളക്കൊണ്ട് പോരാ കോളിയാ. കാശ് എത്രയാ മുടക്കിയിരിക്കണേ? അല്ലെങ്കിൽ പിന്നെ ഇവരെ കൊണ്ട് അങ്ങോട്ട് പോകണം. അല്ലാതെ അളിയൻ ഇങ്ങനെ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഒന്ന് മുഖം കാണിച്ചിട്ട് പോയാ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? സംഗതി ഇപ്പൊ അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കും. പക്ഷെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാലും തമിഴ്നാട്ടിലേക്ക് ഞാനില്ല. കൊച്ചുവറീച്ചന്റെ കൂടെ വേളാങ്കണ്ണിക്ക് പോയി വന്ന അന്ന് ഞാൻ കോല് മുറിച്ചിട്ടതാ. ഇനി സുംത്തേരിക്കല്ലാതെ ഈ മിറ്റം വിട്ട് ഓരോരുത്തേക്കും പോണ കോള് വേണ്ടാന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത്തവണ ക്രിസ്തുമസിന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് പറയാനാ ഞാനും മേരിക്കുട്ടിയും വന്നത്. വേണ്ടടാ, അമ്മച്ചിക്ക് വയ്യട മോനെ. മാത്രല്ല ക്രിസ്മസിന് അമ്മച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഇവൻ എന്ത് വിചാരിക്കും? ട്രീസ് എന്ത് വിചാരിക്കും? അളിയനും ട്രീസും പിള്ളേരും കൂടെ തമിഴ്നാട്ടിൽ പോയിട്ട് വരട്ടെ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഇതെന്റെ മാത്രം കാര്യമല്ല. ജർമ്മനിയിൽ നിന്ന് ബോബിച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുക. അവൻ അച്ചമ്പട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ. വന്നു കയറുമ്പോ അമ്മച്ചിയോട് ഉണ്ടാവണം. റോമിൽ നിന്ന് മാർപ്പാപ്പയുടെ അടുക്കൊക്കെ വാങ്ങിച്ചിട്ടാവും വരണത്. പക്ഷെ അതല്ല കാര്യം. വന്നു കയറിയ അവന് കൈ തൊട്ടുമുത്താൻ അമ്മച്ചി അവിടെ വേണം. പോയപ്പോഴും എന്റെ കൈ തൊട്ടുമുട്ടിയിട്ട് അവൻ പോയത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴും അമ്മച്ചി വേണ്ടേ? ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ. മോനെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ജർമ്മനിന്ന് അവനെ എഴുതിയ സ്ഥിതിക്ക് അമ്മച്ചി ചെന്നില്ലെങ്കിൽ മോശല്ലേ? അമ്മച്ചിയോട് വിഷമൊന്നും തോന്നണ്ട. നീ അവളെയും കൂട്ടിയിട്ട് പോയി നിന്റെ കച്ചവട സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഓ, അമ്മച്ചി ഇല്ലാണ്ട് ഞാൻ അവരെ കൊണ്ട് എങ്ങോട്ടും ഇല്ല. പറയണ്ട, അങ്ങോട്ട് കേട്ടാ മതി. ആര് പോയാലും ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൂടെ പോവാ. അതെ, എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞത് അല്ലേ അളിയാ? അമ്മച്ചി, നമ്മൾ അപ്പച്ചന്റെ കൂടെ പഴനിക്ക് പോണേ. കുതിരവണ്ടിയിലാ പോണേ. അപ്പച്ചന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടി. எவ்வளவு போன சாரே? நல்ல மலையாளி லாட்ஜ் உண்டு, குளிக்கிறதுக்கு நல்ல தண்ணி, மலையாளி சாப்பாடு. என்ன சார் பாக்குறீங்க? பேடிக்கண்டா, உங்களோட பைசா ஒன்னும் கூடுதல் மேடிக்கல. வாங்க இறங்கு சார். நம்ம ராமையா வண்டி வரலையா? ஓ, நீங்க அவரை பாக்குறீங்களா? அவருன்னு வரல சார். எங்க சார் போனோம்? அந்த விகே மில்ஸ் பக்கத்துல. அப்படிங்களா? வாங்க போலாம். பாப்பா. என்னடா நான் வரமாட்டேன்னு நினைச்சியா? இவரு நம்ம ஆனா தெரியாதா உனக்கு? ராமையா விட. ഞാൻ 3 ദിവസമായിട്ട് കാത്തു നിനക്ക് അറിയോ? அது எனக்கு எப்படியா தெரியும்? உனக்கு தெரியாதா? டேய், ஓவராயிட்டு பேச வேண்டாம். பிச்சிடுவே பிச்சி. என்ன வரட்ட? என்ன நீ என்ன? ராமையா மாறான். அப்படி இந்த பெட்டி. நான் போய் திருப்பி வரேன். அப்ப பாப்பேன். என்னடா நீ முறைச்சு வா. பாக்குறே? புடி புடி. இங்கோട്ട് വരെ. என்ன? ஓயா. நீ போடா. பெட்டி கூட. பழனி எனக்கு என்ன புரிச்சா? ஆயிச்சு வந்தா என்னொന്നും பண்ண மாட்டேன். ஆனா இந்த கழுதைக்கு தெரியாது. ഓടാ ഓ. ഇതാണ് രാമയ്യൻ, മലയാളിയാ. രാമൻ എന്നാ ശരിക്കുള്ള പേര്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി. അപ്പച്ചാ, അയാളെ മീശ ഉണ്ട്. എത്ര വലിയ മീശയാ? ഉണ്ടായിരുന്നു. വാ. ഹേയ് ഹേയ്. ഇന്നലെ കാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ? ആസിംബായിക്ക് 2 ലോഡ്, ആ PRPക്ക് 4 ലോഡ്. പിന്നെ ദിണ്ടുകലിൽ തക്കാളി വന്നിരുന്നോ? അത് ഞാൻ നോക്കിയില്ല.
കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുരുകനുള്ള വേണ്ടിക്കാണമ്മ. വേണ്ടിക്കാന്ന് വെച്ചാ വഴിപാട്. എന്താ അമ്മച്ചി? പള്ളിയിലേക്ക് നേർച്ച. என்னங்கடி விளையாடுறீங்களா? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே கொடுத்த மாத்திடுவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. ഇവളാണ് കാവേരി. ദേ അതാ ഇവളുടെ വീട്. അയ്യോ പെട്ടിക്ക് ഞാൻ എടുത്തോളാം ചേച്ചി. അതെല്ലാം അവൾ എടുത്തു വെച്ചോളൂ. നീ കൊള്ളപ്പോ അമ്മ. നീ മോനെ വാ. പപ്പിനി മാർക്കറ്റിൽ പോയോടി. ആ എനിക്കറിഞ്ഞില്ല, ചെന്ന് നോക്ക്. ഏയ് ഈയിടെയായിട്ട് തറുതല കുറച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. അടിയുടെ ചൂട് കമ്മിയാച്ചല്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കാര്യം ഉണ്ടായിട്ട് നീ ചെന്ന് സാറിനോട് വരാൻ പറ. ആ മനസ്സിലായി. സാറിന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്ത് തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഓ എടി കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. ഓ, പുല്ല് മേടിക്കണം പോലും. എന്തിനാ 10ഉം 11ഉം ഒക്കെ? ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ തിന്നാൻ. 750 രൂപ വാടക ഇത്തിരി കൂടുതലല്ലേ? കൂടുതലോ? ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് വീട് കിട്ടണമെങ്കിൽ 1500 2000 കൊടുക്കണം. ഇതേ നമ്മുടെ നാടല്ല. അടുക്കള എവിടെയാ? ദേ അവിടെ. അപ്പച്ചാ, ഇത് നമ്മുടെ വീടാണോ അപ്പച്ചാ? പിന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ആ. എനക്കൂടി. ആ. നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു. ശരി എന്നാ. ചേച്ചി ഇവിടെ? അടുക്കളയിലോട്ട് പോയി. അയ്യോ, അത് ഞാൻ വെച്ച് മറന്നതാ. ചേച്ചി കുളിക്കണ്ടേ? ആ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ആ നീ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചോ. അപ്പൊ കുളിക്കാൻ വെള്ളം കൊണ്ടുവരണ്ടേ? എന്റെ അമ്മയില്ലേ അവിടെ? അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കാം. ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ശരി എന്നാ. അപ്പൊ പാലിക്ക് ദുഡ്? ഒരു തട്ട് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പാടി. കാശ് കാശ് ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, പോയി എടുത്തോ. ശരി. കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും. നീ സാരി ഒക്കെ ഒന്ന് മാറി കുളിച്ച് റെസ്റ്റ് എടുക്ക്. അടുക്കള പണി എല്ലാം അവള് നോക്കിക്കോളും. മക്കളെന്തേ? അതുണ്ട്. അയ്യോ, അവരെ കുളിപ്പിക്കണം. ചേച്ചിക്ക് ടീയാ കാപ്പിയാ? എല്ലാവർക്കും ചായ അപ്പൊ ടീത്തോള് മേടിക്കണം. വാങ്ങിച്ചോ. വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഉണ്ടല്ലോ. തൽക്കാലം ടീത്തോള് മാത്രം മതി. ആ എന്നാ ചെല്ലേ. ഓ ഇതെന്താ ഈ ടീത്തൂള്? ചായപ്പൊടി, നമ്മുടെ ചായപ്പൊടി. പിന്നെ ഏ? അടിച്ചു വാരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കുമെന്ന്. ഇത് കൊച്ചൊന്നുമല്ല കേട്ടോ. ആ, വെള്ളം വരുന്നില്ല. ആ ഇപ്പൊ വെള്ളം വരത്തില്ല. പിന്നെ എപ്പോഴാ വരിക? അതിനൊക്കെ ചില സമയമുണ്ട്. എന്നാ നമുക്ക് കൊച്ചിലേക്ക് പോവാം. അതിനൂടെ കുളമില്ലടാ. ആ വരണത് ഞാൻ കണ്ടു. പൈപ്പിൽ വെള്ളം നിൽക്കാറായതുകൊണ്ട് കിട്ടുന്നവരെ പിടിച്ചു വെക്കാന്ന് കരുതി. ആഹാ, മക്കളെ ഈ അമ്മമ്മ അറിയുവോ? ഇല്ല. അവള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട്. ഉം. അതെ, ഞാൻ കാവേരിയുടെ അമ്മയാ. പേര് ജാനകി. കുളിച്ചോളൂ, ഞാൻ കണ്ണി കൊണ്ടുതരാം. ദേ, അവര് മലയാളിയാണല്ലേ? ആ കണ്ടാ തോന്നുകയില്ല. ആ അതാണ്. ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ച് നിന്ന ഏത് മലയാളിയും തനി തമിഴനാവും. ആ, എന്ന് ജോസന്നാച്ചി പോയി കുളിച്ചാട്ടെ. അല്ല നീ എന്തുകൊണ്ട് പറയാൻ വന്നേ? ആ, വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ബ്രഷ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. ആ, എന്നാ എന്റെ ബ്രഷ് എടുത്ത് വെച്ചോ. അയ്യടാ, കയ്യടാ, എന്റെ ബ്രഷ് വെച്ച് തേച്ചാ പല്ല് വിളിക്കൂലേ? വെളുക്കും വെളുക്കും, കറക്കാതിരുന്ന ഭാഗ്യം. ആ
നീ പല്ല് തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ആ അതെ, കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും. അയ്യോ ഞാനതിനോട് പറഞ്ഞില്ലല്ലേ, ഞാൻ വരി നിർത്തി. ഓ നിർത്തും. ദേ, നീ എന്റെ പല്ലൊന്ന് നോക്കി, നല്ല മുല്ലപ്പൂ പോലില്ലേ?